ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ പോയിന്റ് വിത്ത് പൊസിഷൻ വെക്ടേഴ്സ് 60i plus 3j, 40i minus 8j, ai minus 52j ആർ കൊലീനിയർ. ഈ 3 പോയിന്റ്സ് കൊലീനിയർ ആവണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടറിൽ നിന്ന് ഈ ഒരു വെക്ടറോടെ ഫിക്സ് ചെയ്യാം. ഇത് എ, ഇത് ബി, ഇത് സി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എ ബി എന്ന് പറയുന്ന വെക്ടർ എടുക്കുക ബൈ ബി മൈനസ് എ. സിമിലർലി ടേക്ക് എ സി ബൈ ടേക്കിംഗ് സി മൈനസ് എ. ഈ രണ്ട് വെക്ടേഴ്സ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസ് ആണെന്ന് പറഞ്ഞാൽ മതി. സോ പൊസിഷൻ വെക്ടർ എ ഈസ് ഈക്വൽ ടു 60i plus 3j ആൻഡ് പൊസിഷൻ വെക്ടർ ബി അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്നൊക്കെ കൊടുത്താൽ മതി. സോ പൊസിഷൻ വെക്ടർ ഒ എ ഇസ് ഈക്വൽ ടു ദിസ് ആൻഡ് ഒ ബി ഇസ് ഈക്വൽ ടു 40i minus 8j and the position vector OC. And OC is equal to AI minus 52j. ഇനി ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന വെക്ടർ എടുക്കാം, എ സി എന്ന് പറയുന്ന വെക്ടർ എടുക്കാം. ഇത് രണ്ടും കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എ എന്ന് പറയുന്ന വെക്ടർ കൊലീനിയർ ടു ബി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ലാംഡ ബി, അഥവാ കോഎഫിഷ്യൻസ് കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ മതി. So OAB എന്ന് പറയുന്ന വെക്ടർ is obtained by OB minus OA. So 40i minus 60i is minus 20i. Then minus 8j minus 3j is minus 11j. That is AB. Then vector AC is obtained by OC minus OA. That is A minus 60 all into I. Then minus 52j minus 3j is minus 55j. എന്ന് വെച്ചാൽ ഈ മൈനസ് 11ന്റെ 5 ടൈംസ് ആണ് ഈ 55. അപ്പോൾ ഇവിടെ മൈനസ് 20ന്റെ 5 ടൈംസ് വന്നാൽ മതി. മൈനസ് 20ന്റെ 5 ടൈംസ് എന്ന് പറയുമ്പോൾ മൈനസ് 100 ആണ്. സോ എ മൈനസ് 60 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 100. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് 100 അങ്ങോട്ടേക്ക് എടുത്താൽ പ്ലസ് 100 ആവും. സോ സോറി, മൈനസ് 60 അങ്ങോട്ടേക്ക് എടുത്താൽ പ്ലസ് 60 ആവും. 60 minus 100 is minus of 40. That is the value of A. Okay, so you can see A in first option. അതായത് സംഭവമൊന്നുമില്ല, ഒ എ ആൻഡ് ഒ ബി ആർ പ്രൊപ്പോർഷണൽ. ഇവിടെ മൈനസ് 11 ഇത് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുമ്പോൾ മൈനസ് 20 ഡിവൈഡഡ് ബൈ എ മൈനസ് 60 ഇസ് ഈക്വൽ ടു മൈനസ് 11 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് 55. ഇതാണ് കാര്യം. ഇനി ഇത് ക്രോസ് മൾട്ടി ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ് us go to next question. 3 points whose position vectors a plus b, a minus b and a plus kb will be collinear if the value of k is. പൊസിഷൻ വെക്ടേഴ്സ് എ പ്ലസ് ബി ആയിരിക്കില്ല, അത് എ ഐ പ്ലസ് ബി ജെ ആയിരിക്കും. എ ഐ പ്ലസ് ബി ജെ. സെക്കൻഡ് വെക്ടർ ഈസ് എ ഐ മൈനസ് ബി ജെ ആൻഡ് തേർഡ് വെക്ടർ എ ഐ പ്ലസ് കെ ബി ജെ. ഈ 3 വെക്ടേഴ്സ് കൊലീനിയർ ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒ എ, ദിസ് ഇസ് ഒ ബി, ദിസ് ഇസ് ഒ സി. ഇതിൽ നിന്ന് നമുക്ക് എ ബി എ സി എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് എടുക്കാം. അവരുടെ കോമ്പണൻസ് പ്രൊപ്പോർഷണൽ ആയാൽ മതി അഥവാ കൊലീനിയർ ആയാൽ മതി. പരിശോധിക്കാം. സോ എ ബി ഈസ് ഈക്വൽ ടു ഒ ബി മൈനസ് ഒ എ, ദാറ്റ് ഈസ് എ മൈനസ് എ ഈസ് 0. ദെൻ വി ഹാവ് മൈനസ് 2bj മൈനസ് ബി ജെ അഗെയിൻ മൈനസ് ബി ജെ. ദെൻ എ സി ഈസ് ഈക്വൽ ടു, എ സി ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഒ സി മൈനസ് ഒ എ, ദാറ്റ് ഈസ് എ ഐ എവിടെയും ക്യാൻസൽ ആവും. Then KB minus B is K minus 1 into BJ. ഇവർ രണ്ടുപേരും കൊലീനിയർ ആയാൽ മതി. എന്ന് വെച്ചാൽ ഇത് രണ്ടും പ്രൊപ്പോർഷൻ ഒരേ സൈൻ വന്നു. അപ്പോൾ ഇയാൾ -2 ആണ്. അപ്പോൾ ഇതെന്ത് വേണമെങ്കിലോ ഫോർ എനി റിയൽ നമ്പർ ആണ് നല്ലത്, ഫോർ എവറി റിയൽ നമ്പേഴ്സ്. അത് എന്താ പറയുക, പാരലൽ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ -2 നെഗറ്റീവ് ആണ്. അപ്പോൾ K minus 1 നെഗറ്റീവ് ആവണം. സോ K less than 1 എന്ന് വരും. ഇത് പാരലൽ ആവണമെങ്കിൽ. ആന്റി പാരലൽ ആവണമെങ്കിൽ നേരെ തിരിച്ച്. സോ K less than 1 is the condition for parallel. K greater than 1 for anti parallel. പക്ഷെ ഇവിടെ പറഞ്ഞത് കൊലീനിയർ എന്നാണ്. കൊലീനിയർ ഈസ് എ കളക്ഷൻ ഓഫ് പാരലൽ ആൻഡ് ആന്റി പാരലൽ വെക്ടേഴ്സ്. പാരലൽ ആന്റി പാരലൽ എല്ലാത്തിനും കൂടി കളക്ഷൻ ആണ് കൊലീനിയർ. അതുകൊണ്ട് ഫോർ എവറി റിയൽ നമ്പേഴ്സ് K can be less than 1 or greater than 1, equal to 1, whatever. Okay, now let us go to next question. XYZ എന്ന് പറയുന്ന ഒരു പോയിന്റ് that is not equal to origin അല്ലാത്ത ഒരു പോയിന്റ് ആണെന്നാണ് പറയുന്നത്. I plus j plus 3k into x, 3i minus j plus k into y, minus 4i plus 5j into z,
This is equal to lambda into xi plus yj plus zk. Then the value of lambda is. ഇങ്ങനെ നമ്മൾ വെക്ടേഴ്സ് രണ്ട് വെക്ടറിന്റെ ഇക്വാലിറ്റി എടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആവണം. നമ്മൾ മെട്രിക്സിന്റെ ഇക്വാലിറ്റി എടുക്കുമ്പോൾ എന്താ ചെയ്യുക? കറസ്പോണ്ടിങ് എലമെന്റ്സിനെയാണ് ഇക്വേറ്റ് ചെയ്യുക. കോംപ്ലക്സ് നമ്പേഴ്സിന് ഇക്വാലിറ്റി എടുക്കുമ്പോൾ റിയൽ പാർട്ട് ടു റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ടു ഇമാജിനറി പാർട്ട്. അതുപോലെ when you equate two vectors, then you have to equate the corresponding components. ഇവിടെ നമുക്ക് i കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x plus 3y minus 4z ആണ് നമ്മളെ x കോമ്പണന്റ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇവിടെ x കോമ്പണന്റ് ലാംഡ x എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഇവിടുത്തെ y കോമ്പണന്റ് ഈസ് here the y component is അഥവാ j component is x minus 3y plus 5z is equal to lambda y. ഇവിടെ നിന്ന് ഈ ഒരു ലാംഡ എക്സ് ഇങ്ങോട്ടേക്ക് എടുത്തത് വേറെ ഒരു ഇക്വേഷൻ ആയിട്ട് മാറും. ഈ ഫസ്റ്റ് ഇക്വേഷൻ തൽക്കാലം നമുക്ക് ഇതിന്റെ കോമ്പണൻസ് മാത്രം ഒന്ന് മാറ്റി എഴുതാം. പിന്നെ കെ കോമ്പണന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 3x 3kx ആണ്. 3x plus ky is equal to lambda z. എന്നിട്ട് ഇതിനൊരു നോൺ സീറോ സൊല്യൂഷൻ XYZ നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് അഥവാ ഡെൽറ്റ ഈക്വൽ ടു 0 ആണ്. നമ്മൾ പണ്ട് പഠിച്ച ക്രാമേഴ്സ് റൂൾ ഡിറ്റർമിനൻസിനകത്ത് നമ്മൾ പഠിച്ച്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. ഇത് അങ്ങോട്ടേക്ക് എടുത്താൽ ഇവിടെ ലാംഡ എക്സ്, ഇവിടെ എക്സ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ലാംഡ -1 into x minus 3y minus 4z is equal to 0 is the first equation. Second equation, when we take this minus 3y to RHS, lambda plus 3 into y ആണ്. അപ്പോൾ x അങ്ങോട്ട് ചെല്ലുമ്പോൾ here x minus of lambda plus 3 into y. We take this lambda y to LHS plus 5z is equal to 0. And the third equation, 3x plus ky minus lambda z is equal to 0. Yes, this much we have kz 3x plus 1 3x plus y. ky ഇല്ല, k എന്ന് പറയുന്ന അവിടുത്തെ യൂണിറ്റ് വെക്ടർ ആണ്. So this is simply y is equal to lambda z. ഇവിടെയും k ഇല്ല, y. Okay. Yes, this is a homogeneous system of equations. ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു ട്രിവിയൽ സൊല്യൂഷൻ എന്തായാലും അഥവാ സീറോ സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. x = y = z = 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നു ഒറിജിൻ അല്ലാത്ത ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡെൽറ്റ മസ്റ്റ് ബി ഇസ് ഈക്വൽ ടു 0. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ പെർഫെക്റ്റ് മിക്സ് ഓഫ് വെക്ടേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസ്. വെക്ടേഴ്സ്, ഡിറ്റർമിനൻസ്, ഈ രണ്ട് കോൺസെപ്റ്റുകളെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. Now this is determinant of lambda -1 -3 -4. 1 minus of lambda plus 3 5, then 3 1 minus lambda is equal to 0. To solve it, we will get a cubic equation in lambda, then we can solve it. Cubic or any other degree equation. Now this is lambda -1 into the cross multiply ചെയ്താൽ lambda positive negative positive ആവും. So lambda into lambda plus 3 minus 5 plus 3 into, this is first row, we can remove the first row and second column. So lambda -1 into minus of lambda, this thing, minus lambda minus 15. 1 into minus lambda is minus lambda plus 15. Finally minus 4 into, let us remove the first row and third column. So 1 plus 3 into lambda plus 3. This is equal to 0. Now let us open all the brackets. Here lambda -1 into lambda square plus 3 lambda minus 5 minus 3 lambda minus 45, then minus 4 minus 12 lambda, then minus 12 into minus 3 minus 36 is equal to 0. Again we can open this bracket, lambda cube, then 3 lambda square minus lambda square is plus 2 lambda square, then minus 5 lambda minus 3 lambda is minus 8 lambda,
then plus 5, minus 3 lambda, minus 45, minus 4, minus 12 lambda, minus 36 is equal to 0. Now let us combine all these terms. Lambda cube, then 2 lambda square, that's all. Minus 8 lambda minus 3 lambda is minus 11 lambda. Minus 11 lambda minus 12 lambda is minus 33 lambda. And what about constant terms? 5 minus 45 is minus 40. Minus 40, again minus 40 is minus 80 is equal to 0. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഇൻവോൾവിംഗ് ലാംഡ. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് ഇക്വേഷൻ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ ചാടി കയറി സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സൊല്യൂഷനിലുള്ള ഓപ്ഷൻസിലുള്ള ഓരോരോ വാല്യൂസ് എടുത്ത് നമുക്ക് കൊടുത്തു നോക്കാം. -2 0 കാണുന്നു. 0 എന്തായാലും ഒരു സൊല്യൂഷൻ ആവാൻ നമുക്ക് സാധ്യതയില്ല. 0 കൊടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. 0 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. ദ വാല്യൂ ഓഫ് ലാംഡ വിൽ ബി മൈനസ് ലാംഡ പ്ലസ് ലാംഡ. എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് മാറിപ്പോയെങ്കിൽ ആൻസർ മാറും. മൈനസ് ഓഫ് -3 is +3, 45 minus 40. Yeah, this is minus 4z. Okay. പിന്നെ അവിടെയുള്ളൊരു സൊല്യൂഷൻ മറ്റൊന്ന് 2 or -2 ആണ്. അത് രണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ 2 കൊടുക്കുകയാണെങ്കിൽ 8 plus that is also 8 minus 66. അങ്ങനെ -2 മറ്റൊരു സാധ്യതയാണ്. -2 കൊടുത്താൽ -8 plus 8 രണ്ടും കൂടി ക്യാൻസൽ ആവും. -66 -80. ഓക്കെ, ദിസ് വാസ് നോട്ട് ബീങ് ക്യാൻസൽഡ്. ഇത് സൊല്യൂഷൻ ഓപ്ഷൻ ഒന്നും കിട്ടുന്നില്ല. സോ ട്രൈ ടു യുവർ സെൽഫ്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ഇനി സംഭവം ലോജിക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു വെക്ടർ, രണ്ട് വെക്ടേഴ്സ് LHS ആർ എച്ച് എസിലുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ കറസ്പോണ്ടിങ് കോമ്പോണൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക. എക്സ് കോമ്പോണൻറ്റ് 1 plus x plus 3y plus, sorry, here it is -4. That is the mistake. ഇവിടെ -4z ആണ്. ഇവിടെ നമ്മൾ പ്ലസ് ആണ് എഴുതി. സോ ജസ്റ്റ് -4z. അപ്പോൾ ഇക്വേഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ -4 ഉള്ളത് +4 ആവും. അപ്പോൾ ഇവിടെ -4 +4 ആവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ഇതെല്ലാം പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ല. നമുക്ക് അതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുക. ഇക്വേഷൻ എടുത്ത് എഴുതിയ സമയത്ത് ആ -4 ആയി ശ്രദ്ധിച്ചില്ല. നോ ദിസ് ഇസ് അഗെയിൻ ലാംഡ ക്യൂബ് plus 3 lambda square minus lambda square is plus 2 lambda square. Then we have minus 3 lambda minus 5 lambda is minus 8 lambda. Finally plus 5 minus 3 lambda minus 45 plus 4 plus 12 lambda plus 36 is equal to 0. Now this is lambda cube plus 2 lambda square. Then minus 8 lambda minus 3 lambda is minus 11 lambda plus 12 lambda is plus simply lambda. Then constant terms 5 minus 45 is minus 40 plus 40. So constant term illa. That means we can take a lambda as a common factor. So lambda into lambda square plus 2 lambda plus 1 is equal to 0. This is a perfect square. Lambda square plus 2 lambda plus 1 is lambda plus 1 whole square. So lambda into lambda plus 1 whole square is equal to 0. ഇവിടെ ഒന്നുകിൽ lambda is equal to 0, അതല്ലെങ്കിൽ lambda plus 1 is equal to 0, അഥവാ lambda equal to -1. So these are the possible solutions, 0, -1. അത് രണ്ടുമാണ് നമുക്ക് കിട്ടുന്നത്. So 0, -1 is there in option. രണ്ടും സെയിം തന്നെയാണ്. പോസിബിൾ വാല്യൂസ് ഓഫ് lambda or 0, -1, -1, 0, anything. ഓക്കെ, സോ വെക്ടർ ഇക്വേഷൻ ആയിട്ടാണ് തരുന്നത്. വെക്ടറുകളുടെ കറസ്പോണ്ടിങ് കമ്പോണന്റ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. അതൊരു ഹോമോജീനസ് സിസ്റ്റമാണ്. 3 വേരിയബിൾ 3 ഇക്വേഷൻ സിസ്റ്റം. 3 ഇക്വേഷൻ 3 വേരിയബിൾസ് XYZ 3 ഇക്വേഷൻ. അത് RHS എല്ലാം 0 ആയതുകൊണ്ട് ഹോമോജീനസ് ആണ്. ഹോമോജീനസിന് ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ഇനി നോൺ ട്രിവിയൽ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഡെൽറ്റ 0 ആവണം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ഡിറ്റർമിനൻസിൽ നമ്മൾ പഠിച്ച ക്രാമേഴ്സ് റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ്. അവസാനം ഞാൻ ക്യൂബിക് ഇക്വേഷനിൽ എത്തുന്നു. പക്ഷേ ക്യൂബിക് ഇക്വേഷൻ്റെതായ യാതൊരു ഡിഫിക്കൽട്ടീസ് ഇവിടെ ഇല്ല. കാരണം അതിന് കോൺസ്റ്റന്റ് ടേം ഇല്ല. അവസാനത്തെ ടേം ലാംഡയാണ്. സോ ലാംഡ ക്യാൻ ബി ടേക്കൺ ഔട്ട്. ലാംഡ പുറത്തെടുത്താൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ കൂടിയാണ്. സോ തിങ്സ് ആർ വെരി ഈസി. ഓക്കെ, നൗ ലെറ്റ് us go to next question. Question number 4. A dot I times I, A dot J times J, A dot K times K എന്ന് പറഞ്ഞാൽ അത് A തന്നെയാണ്. A dot I എന്ന് വെച്ചപ്പോൾ A എന്ന് പറയുന്ന വെക്ടർ AXI പ്ലസ് AYJ ജസ്റ്റ് ഒരു പ്രൂഫ് മാത്രമാണ്. AZK ഇങ്ങനെയാണെങ്കിൽ A dot I എന്ന് പറഞ്ഞാൽ അത് AX തന്നെയാണ്.
സോ എ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ അത് ജെ കോമ്പണന്റ് തന്നെയാണ്. എ ഡോട്ട് കെ എന്ന് വെച്ചാൽ അത് എ സെഡ് തന്നെയാണ്. ഇവിടെ ഇപ്പം എന്താ പറയുന്നത്? അപ്പോൾ എ ഡോട്ട് ഐ ടൈംസ് ഐ എന്ന് വെച്ചാൽ എ എക്സ് ഐ. സോ എ ഡോട്ട് ഐ ടൈംസ് ഐ എന്ന് വെച്ചാൽ എ എക്സ് ഐ തന്നെ വരും. എ ഡോട്ട് ജെ ടൈംസ് ജെ എന്ന് വെച്ചാൽ എ വൈ ജെ തന്നെ വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത അവസാനം അത് എ തന്നെയാണ്. ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. Now let us go to next question. A, B, C are the unit vectors such that A plus B plus C is equal to 0. ഇത് വെക്ടേഴ്സ് ആണ്. 3 യൂണിറ്റ് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട്. ദെൻ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡന്റിറ്റി ഉണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. 3 വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. അറിയില്ലെങ്കിൽ അത് പഠിച്ചു വെക്കണം, പഠിക്കാനുള്ളതാണ്. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് മോഡ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. Now it is given that a plus b plus c is 0. അതുകൊണ്ട് a plus b plus c whole square 0 ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്, എ ബി സി ആർ യൂണിറ്റ് വെക്ടേഴ്സ്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും മോഡുലസ് 1 ആണ്. മോഡുലസ് 1 ആണെങ്കിൽ മോഡുലസിന്റെ സ്ക്വയറും 1 തന്നെയാണ്. സോ 1 plus 1 plus 1 plus 2 ഇൻറ്റു ഇതാണ് നമ്മളോട് ചോദിച്ചത്. അത് നമുക്ക് എക്സ് എന്ന് വിളിച്ചാൽ മതി. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 plus 1 plus 1 3 ആണ്. അത് ഇങ്ങോട്ടേക്ക് മാറ്റി 2 ഡിവൈഡ് ചെയ്താൽ മൈനസ് ഓഫ് 3/2. ഇറ്റ് ഇസ് ദർ ഇൻ ഓപ്ഷൻ സി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഈ ഐഡന്റിറ്റിയാണ്. നമ്മൾ ഇതിന്റെ മുന്നേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 എ ഡോട്ട് ബി എന്ന് പഠിച്ചിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണത്. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് മോഡ് സി സ്ക്വയർ പ്ലസ് 2 എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ഇൻ ദ സൈക്ലിക് ഓർഡർ. നൗ ലെറ്റ് us go to next question. The work done by the force F is equal to 2i minus 3j plus 2k displacing the particle from the point to എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ R2 മൈനസ് R1. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. സോ 1 minus 3 is minus 2i, 2 minus 4 is minus 2j, 3 minus 5 is minus 2k. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ആണെങ്കിൽ 2i minus 3j plus 2k ആണ്. ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്ത വർക്ക് കിട്ടും. വർക്ക് is equal to F dot D. എങ്ങനെ ഡോട്ട് ചെയ്യുക? കറസ്പോണ്ടിങ് കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. minus 2 into 2 is minus 4, minus 2 into minus 3 is plus 6, minus 2 into 2 is again minus 4. So minus 4 minus 4 minus 8 plus 6 is minus 2 joule, minus 2 units. minus 2 എന്നോട് ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഉള്ളതിൽ ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ 2 യൂണിറ്റ്സ് ആണ്. We can give that option. Okay, now let us go to next question. A, B, C are mutually perpendicular vectors, then box modulus of A plus B plus ഒക്കെ വെക്ടേഴ്സ് ആണ്. അതിൻ്റെ ആൻസർ √3 ആണ്. അവിടെ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ എ ബി സി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഐ ജെ കെ എടുക്കുക. എ ഈക്വൽ ടു ഐ, ബി ഈക്വൽ ടു ജെ, സി ഈക്വൽ ടു കെ. സോ മോഡുലസ് ഓഫ് ഐ പ്ലസ് ജെ പ്ലസ് കെ ഇസ് റൂട്ട് ഓഫ് 1 square plus 1 square plus 1 square, that is √3. Now let us go to next question. The value of B such that the scalar product of the vectors I plus j plus k with the unit vector parallel to sum of the vectors is 1. Okay, this is a very good question. അതായത് യൂണിറ്റ് വെക്ടർ പാരലൽ ടു സം ഓഫ് ദിസ് വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. സോ 2i, സോ 2 plus b ടൈംസ് i yes, so 2 plus b times i, പിന്നെ 4j plus 2j is 6j. Finally minus 5k plus 3k is minus of 2k. ഇതാണ് നമ്മുടെ വെക്ടർ. ഇതുമായിട്ട് സ്കാലാർ പ്രൊഡക്റ്റ് എടുത്ത് ഇതിന് യൂണിറ്റ് വെക്ടർ പാരലൽ ടു ദിസ് വെക്ടർ ആണ്. അപ്പോൾ ഇതിന്റെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 plus b the whole square plus 6 square is 36 plus 2 square is 4. ഇതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ സം ഓഫ് ദീസ് ടു വെക്ടേഴ്സ്. ഈ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അത് ഐ ജെ കെയുമായിട്ട് ഡോട്ട് ചെയ്തു. ഡോട്ട് ഓഫ് ഐ പ്ലസ് ജെ പ്ലസ് കെ, ഐ പ്ലസ് ജെ പ്ലസ് കെ ആയിട്ട് ഡോട്ട് ചെയ്തപ്പോൾ ആൻസർ എത്ര വന്നു എന്നാണ് പറയുന്നത്? 1 വന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഡോട്ട് ചെയ്യാം. 2 plus b into i is 2 plus b plus 6 minus 2 is equal to, അങ്ങോട്ട് ക്രോസ് ചെയ്താൽ റൂട്ട് ഓഫ് 2 plus b the whole square plus 40. ഇനി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ ബിയിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അവിടെ നമുക്ക് സോൾവ് ചെയ്യാം. സോ 2 ഒക്കെ ഇവിടെ ക്യാൻസൽ ആവും. സോ b plus 6 is equal to root of b plus 2 whole square plus 40. Now we can square both sides.
രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ ബി സ്ക്വയർ പ്ലസ് 12b പ്ലസ് 36 ഇസ് ഈക്വൽ ടു ഇവിടെ ഒന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. ഇതിന് എക്സ്പാൻഡ് ചെയ്താൽ ബി സ്ക്വയർ പ്ലസ് 4b പ്ലസ് 4 പ്ലസ് 40. Okay, now we can cancel b square from both sides. Now 12b minus 4b is 8b is equal to 4 plus 40 is 44 minus 36, 8. So the value of b is equal to 8 അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ we get that is equal to 1. So the best choice is option D, equal to 1. Now let us go to next question. F1, F2, F3 മൂന്ന് ഫോഴ്സസ് വന്നിട്ടുണ്ട്. A is equal to 4i minus 3j minus 2k, B is equal to 6i plus j minus 3k. Then the scalar product of F1 plus F2 plus F3 എന്നാണത്. F1 plus F2 plus F3 മൂന്നും കൂടി ആഡ് ചെയ്യുക വിത്ത് AB കിട്ടാൻ B minus A. AB കിട്ടായിരിക്കും A B കൂടി ആഡ് ചെയ്യരുത്. AB is B minus A and BA is A minus B. Okay, anyway F1 plus F2 plus F3 ഈ മൂന്ന് ഫോഴ്സസിന്റെ റിസൾട്ട് ഉണ്ട് നമുക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സിംപ്ലി ആഡ് ദി കമ്പോണൻസ്. മൂന്ന് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കോമ്പണന്റ് ഫോമിലാണെങ്കിൽ കമ്പോണന്റുകൾ ആഡ് ചെയ്താൽ മതി. അല്ല ജോമെട്രിക്കൽ ഫോമിലാണെങ്കിൽ ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. എനിവേ ഹിയർ I minus I is 0. Then there is no I component. So in the entire resultant doesn't contain any I component. Then minus j plus 2j is j plus j is 2j. Then what about k component? K minus k is gone, minus k. So F1 plus F2 plus F3 is 2j minus k and there is no I component. Ready? Now AB, the vector AB is obtained by the formula B minus A. Head minus tail ആണ്. Final position minus initial position. So 6i minus 4i is 2i. Then we have j minus 3j. J plus 3j അത് 4j വരും. Then minus 2k minus 2k minus 3k plus 2k minus of k. ഇനി ടോട്ടൽ വർക്ക് ഡൺ സ്കെലാർ പ്രൊഡക്റ്റ് വർക്ക് ആണ് ചോദ്യം. ഇപ്പോൾ രണ്ടും കൂടി ഡോട്ട് ചെയ്താൽ മതി. സോ ഇവിടെ ഐ കോമ്പണന്റ് ഉണ്ടാവില്ല. 2j സോ F1 പ്ലസ് F2 പ്ലസ് F3 dot AB is equal to 2 into 4 is 8 minus 1 into minus 1 is plus 1. 8 plus 1 is 9 and you can see 9 in option number C. Okay, now let us go to question number 11. If A and B are two unit vectors എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണം mod A is equal to 1, mod B is also 1. So A dot B will be simply cos theta. Then A plus 2B ഒക്കെ വെക്ടേഴ്സ് ആണ്. A plus 2B and 5A minus 4B are perpendicular. രണ്ട് വെക്ടേഴ്സ് perpendicular ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. A dot B will be 0. So here A plus 2B dot of 5A minus 4B is equal to 0. ഇവിടെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ 5 mod A square 1 ആണ് ബിക്കോസ് A is a unit vector മൈനസ് 4 A dot B എന്ന് പറഞ്ഞാൽ cos theta mod A into mod B into cos theta mod A mod B 1 ആണെങ്കിൽ പിന്നെ cos theta ഉള്ളൂ. Then 10 A dot B so plus 10 cos theta 2 into 5 10. Then minus 8 is equal to 0. ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്താൽ 10 cos theta minus 4 cos theta is 6 cos theta. 5 minus 8 is minus 3 is equal to 0. From here we get cos theta is equal to 3 by 6 അഥവാ 1 by 2. So theta is equal to 60 degree. Cos of 60 degree ആണ് 1 by 2. So the best choice is option D. Now let us go to next question. Let A and B are two unit vectors at an angle theta. Unit vectors ആണ് മോഡുലസ് സെയിം ആണ്. ഞാൻ പറഞ്ഞിരുന്നു രണ്ടും സെയിം മോഡുലസ് ഉള്ള വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് A minus B is equal to 2A sin theta by 2. യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ A 1 ആയി അത് പോയി. ഇതും കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ sin of theta by 2 ആണ് ക്വസ്റ്റ്യൻ. sin of theta by 2 is equal to half mod of A minus B. ഇതൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് നമ്മൾ പഠിച്ചു വെച്ചതാണ്. സോ ഓപ്ഷൻ A. Now let us go to next question. Question 13. A, B, C are perpendicular to B plus C, C plus A and A plus B respectively. If mod of A plus B is equal to 6 and mod of B plus C is equal to 8, mod of C plus A equal to 10, then mod of A plus B plus C is equal to. അപ്പോൾ ഇവിടെ കുറേ പെർപെൻഡിക്കുലാരിറ്റി പറയുന്നുണ്ട്. A is perpendicular to B plus C. That means A dot B plus B dot C is equal to 0. പിന്നെ B is perpendicular to C plus A പറയുന്നുണ്ട്. അത് നമ്മൾ ഡോട്ട് ചെയ്താൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ B dot C plus B dot A. B dot A is A dot B. That is also equal to 0. Then finally C is perpendicular to A plus B. So we get C dot A plus B dot C is equal to 0. ഇത് മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 into A dot B plus B dot C plus
C dot A is equal to 0. RHS എല്ലാം 0 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ A dot B 2 തവണ വരും, B dot C 2 തവണ വരും, C dot D 2 തവണ വരും, അങ്ങനെയൊക്കെയാണ്. Now we have a formula that modulus of A plus B plus C square is equal to, അല്ലെങ്കിൽ modulus of 2 into, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. So modulus of 2 into A plus B plus C the whole square is equal to, രണ്ട് ഫോർമുല നമ്മൾ കൊടുക്കാം. ഒന്ന് 4 into mod A square plus mod B square plus mod C square, or in other way 2 നമുക്ക് ഒഴിവാക്കാം. Mod of A plus B plus C square is equal to mod A square plus mod B square plus mod C square plus 2 into A dot B plus B dot C plus C dot A. Okay, ഇതിനകത്ത് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. Now ഇതിനെ ത്രൂ ഔട്ട് നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇതിനെ mod A square plus mod B square plus 2 A dot B എന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. So this is 2 into A plus B plus C square is equal to, ഇതെല്ലാം ഡബിൾ ആവും. അപ്പോൾ അതിന് നമുക്ക് രണ്ടെണ്ണം വീതം കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. ഇത് 4 ടൈംസ് വരും. സോ മോഡ് A സ്ക്വയർ പ്ലസ് മോഡ് B സ്ക്വയർ, അപ്പോൾ ഒരു മോഡ് A സ്ക്വയർ ഒരു മോഡ് B സ്ക്വയർ എടുത്തരാം, മൊത്തം 2 ഉണ്ട്, പ്ലസ് 2 A ഡോട്ട് B പ്ലസ് മോഡ് B സ്ക്വയർ പ്ലസ് മോഡ് C സ്ക്വയർ പ്ലസ് 2 B ഡോട്ട് C plus mod C square plus mod A square plus 2 C dot A. പക്ഷെ ഇത് 4 എണ്ണം ഉണ്ടായിരുന്നു. ആ 4 എണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം ഇത് കൺസ്യൂം ചെയ്തു. ഇനി ബാക്കി 2 എണ്ണം ഉണ്ടാവും. 2 into A dot B plus B dot C plus C dot A. പക്ഷെ ഇത് 0 ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മോഡ് A സ്ക്വയർ പ്ലസ് മോഡ് B സ്ക്വയർ പ്ലസ് 2 A ഡോട്ട് B എന്ന് പറയുന്നത് A പ്ലസ് B മോഡ് A പ്ലസ് B സ്ക്വയർ ആണ്. സിമിലർലി മോഡ് B സ്ക്വയർ പ്ലസ് മോഡ് C സ്ക്വയർ പ്ലസ് 2 B ഡോട്ട് C ഈസ് മോഡുലസ് ഓഫ് B പ്ലസ് C സ്ക്വയർ പ്ലസ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് C പ്ലസ് A സ്ക്വയർ. അതിൽ ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 സ്ക്വയർ 36 പ്ലസ് അങ്ങനെ പോയാൽ മതി. സോ 36 plus 8 square is 64 plus 10 square is 100. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 200 എന്ന് കിട്ടും. That 200 is not mod of A plus B plus C square. അത് 2 times ആണ്. ആ 2 ഡിവൈഡ് ചെയ്താൽ we get modulus of A plus B plus C square is equal to 2 ഡിവൈഡ് ചെയ്താൽ we get 100. അവിടുന്ന് സ്ക്വയർ റൂട്ട് എടുത്താൽ modulus of A plus B plus C is equal to 10. Okay, now let us go to next question. A not equal to 0, B not equal to 0, mod A plus B is equal to mod A minus B. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, then the vectors are perpendicular. Mod A plus B, mod A minus B equal ആണെങ്കിൽ theta should be 90 degree. അടുത്ത the vector 2i plus aj plus k is perpendicular to the vector 2i minus j minus k, then A is, രണ്ട് vectors perpendicular ആണ്, so definitely A dot B equal to 0. A dot B എന്ന് പറയുമ്പോൾ 4 minus A minus 1 is equal to 0. So A is equal to very simply 3. 4 minus A അങ്ങോട്ടേക്ക് എടുത്താൽ A ആവും, then 4 minus 1 is 3. in option D. അതൊക്കെ വളരെ എളുപ്പമാണ്. Then A is equal to 2i plus 2j plus 3k, B is equal to minus i plus 2j plus k, C is equal to another vector. A plus TB is perpendicular to C. എന്താ നമ്മൾ ചെയ്യേണ്ടത്? We find A plus TB then dot to C. അപ്പോൾ അത് 0 ആയി പോകും. So what is A plus TB? 2 minus T all into I. ഇതാണ് A plus TB. B നെ ഒരു T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് A ആയിട്ട് ആഡ് ചെയ്യുക. This is I. Then we have 2 plus T times J plus simply 3k. ഇവിടെ K component ഇല്ല. Oh, I'm sorry. A plus TB ആണ്. So 2 minus T plus 2 plus 2T. J plus 3k plus T, 3 plus T.
3 plus t times k, and that is perpendicular to c. C ക്ക് perpendicular ആണ് എന്ന് വെച്ചാൽ a plus tb, it's a vector that is perpendicular to c എന്ന് വെച്ചാൽ a plus tb dot c is equal to 0. bracket open ചെയ്താൽ a dot c plus t times b dot c is equal to 0. So t is equal to minus of a dot c divided by b dot c. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആക്ച്വലി എഴുതി ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. സോ വാട്ട് ഈസ് എ ഡോട്ട് സി? നമുക്ക് രണ്ടും കൂടി ഡോട്ട് ചെയ്യാം. എ ഡോട്ട് സി ഈസ് 6 plus 2 is 8. So minus of 8 divided by b dot c. What is b dot c? Minus 3 plus 2. Minus 3 plus 2 is minus 1. So minus 8 by minus 1 is positive 8. So t is minus of a dot c by b dot c. Positive 8 is there in option D. Okay, now let us go to next question. Question number 17. The vectors I plus j plus k and again I plus j plus k are perpendicular. Yes, there is some mistake. ഒരിക്കലും perpendicular അല്ല. എനിക്ക് തോന്നുന്നു അവിടെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ അങ്ങനെ അവിടെ ഒരു എയും ബിയും സി ഒക്കെ ഉണ്ടാവും, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ എറർ ക്വസ്റ്റ്യൻ. അടുത്ത എ യൂണിറ്റ് വെക്ടർ ഇൻ ദ പ്ലെയിൻ ഓഫ് ഐ പ്ലസ് 2j plus k and I plus j plus 2k are perpendicular to this thing. ഓക്കെ, ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം, അത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്ലെയിനിലായിരിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? ദാറ്റ് യൂണിറ്റ് വെക്ടർ എ ഈസ് ഈക്വൽ ടു ലാംഡ ഐ പ്ലസ് 2j പ്ലസ് കെ. യൂണിറ്റ് വെക്ടർ തൽക്കാലം വെക്ടർ എടുക്കുക, പ്ലസ് മ്യൂ ഇൻറ്റു ഐ പ്ലസ് ജെ പ്ലസ് 2k. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ലാംഡ എ പ്ലസ് മ്യൂ ബി ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ അതെല്ലാം കോപ്ലനാർ വെക്ടേഴ്സ് ആയിരിക്കും. അപ്പോഴാണ് എൻ്റെയും ബിൻ്റെയും പ്ലെയിനിൽ നമുക്ക് കിട്ടുക. എന്നിട്ട് ഈ ഒരു വെക്ടറിന് പെർപെൻഡിക്കുലർ ആവുകയും വേണം. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം, ഇതിൽ ഏതൊക്കെയാണ് ഇതിന് പെർപെൻഡിക്കുലർ വരുന്നത് നമ്മൾ ഡോട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ജെ മൈനസ് കെ ഒരിക്കലും ഇതിന് ജെ മൈനസ് കെ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് വെക്ടർ. അപ്പോൾ ഇതൊരു പോസിബിൾ ആൻസർ ആണ്. ഐ പ്ലസ് ജെ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ഹിയർ. ജെ പ്ലസ് കെ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ. ജെ മൈനസ് കെ ഈസ് അഗൈൻ പെർപെൻഡിക്കുലർ. അതിൽ ജെ മൈനസ് കെയും ജെ മൈനസ് കെ ബൈ റൂട്ടുമാണ് പോസിബിൾ ആൻസേഴ്സ്. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ജെ മൈനസ് കെ യൂണിറ്റ് വെക്ടർ അല്ല. ജെ മൈനസ് കെന്റെ മോഡുലസ് √2 ആണ്. ജെ മൈനസ് കെ ബൈ √2 യൂണിറ്റ് വെക്ടർ ആണ്. എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഈ 4 ഓപ്ഷൻസ് പരിശോധിച്ചാൽ തന്നെ യൂണിറ്റ് വെക്ടർ, ഈ ഒരു ഐഡിയ യൂണിറ്റ് വെക്ടർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദിസ് വെക്ടർ, ഈ വെക്ടറുമായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ 0 കിട്ടണം, അതോടൊപ്പം യൂണിറ്റ് വെക്ടർ ആണ്. ഈ രണ്ട് കോൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ ഓപ്ഷൻ ഡിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇൻ ദ പ്ലെയിൻ ഓഫ് ദീസ് 2 വെക്ടേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടി യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഡാറ്റ എക്സസ് ആണ് ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ. ഈ രണ്ട് കാര്യങ്ങൾ യൂണിറ്റ് വെക്ടറും പെർപെൻഡിക്കുലർ ടു ദിസ് വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നൗ ലെറ്റ് us go to next question. Mod A is equal to mod B is equal to 1 and mod of A plus B is equal to √3. Then the value of the √3 ആണ് ട്ടോ. mod of A plus B equal to √3 എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. Then the value of 3A minus 4B into 2A plus 5B is, അത് അങ്ങോട്ട് ഡോട്ട് ചെയ്യണേ. സോ mod A 1 ആണ്, mod A square 1 ആയിരിക്കും. സോ 3A into 2A is 6 mod A square, അത് 6 തന്നെയാണ്. Then 6 into A dot B. A dot B പറയുമ്പോൾ 60 ഡിഗ്രി ആണ്. മോഡുലസ് ഓഫ് A plus B നേരത്തെ പറഞ്ഞിരുന്നു. മോഡുലസ് ഓഫ് A plus B is equal to √3 ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദം is 60 ഡിഗ്രി. 60 ഡിഗ്രിയിൽ വെക്കുമ്പോഴാണ് mod A plus B √3 ആവുക. ഐഡന്റിക്കൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ് ആകുമ്പോൾ. അപ്പോൾ A dot B വരിക 1/2. അപ്പോൾ ഇവിടെ 15 A dot B ആണ്. So that is plus 15/2. Then minus 8 A dot B. So minus 8/2. Then minus 20. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. സോ 6 minus 20 is minus of 14. 15/2 minus 8/2 is plus 7/2. This is minus 28/2 plus 7 minus 21 divided by 2. We can see that in option D. Minus 21/2. Okay, now let us go to next question. Question 20. The vector 1/3 into 2i minus 2j plus k is a unit vector. 2i minus 2j plus k ന്റെ മോഡുലസ് ഒന്ന് കണ്ടുപിടിച്ചാൽ √2² plus 2² plus 1. √9 3 ആവും. സോ 3/3 1 ആവും. സോ യൂണിറ്റ് വെക്ടർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. A and B are 2 vectors. Then A cross B whole square is equal to A cross B എന്ന് പഠിച്ചു വെക്കാം. A cross B whole square is equal to A cross B dot A cross B ആണ്. അത് അറിയണമെങ്കിൽ അതിൻ്റെ മുന്നേ നമുക്ക് വേറെ ഒരു സംഭവം എന്താണെന്ന് അറിയണം. അത് നമ്മൾ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റും പഠിച്ചു കഴിഞ്ഞിട്ട് 4 വെക്ടേഴ്സ് തമ്മിലുള്ള പ്രൊഡക്റ്റിൽ വരുന്നതാണ്.
സോ എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ഡി, അതാണ് അതിന്റെ ജനറൽ കേസ്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. തിയറി ഡിസ്കസ് ചെയ്തിട്ടും കുഴപ്പമില്ല, ഇവിടെ വെച്ച് പഠിച്ചാലും മതി. ദിസ് ഇസ് എ ഡോട്ട് സി എ ഡോട്ട് ഡി ഇൻ ദ ഫസ്റ്റ് റോ, ഒരു ഡിറ്റർമിനന്റ് ആണത്. ഇൻ ദ സെക്കൻഡ് റോ ബി ഡോട്ട് സി ബി ഡോട്ട്. സോ ദാറ്റ് ഈസ് എ 2/2 ഡിറ്റർമിനന്റ് എ ഡോട്ട് സി എ ഡോട്ട് ഡി ബി ഡോട്ട് സി ബി ഡോട്ട് ഡി. ഇങ്ങനെ ഒരു 2/2 ഡിറ്റർമിനന്റ് ആണ് ഇത് കിട്ടുക. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എയും സിയും സെയിം ആണ്, അതുപോലെ ബിയും ഡിയും ഒക്കെ സെയിം ആണ്. സോ വാട്ട് വി ഗെറ്റ് ഹിയർ, എ ക്രോസ് ബി ഡോട്ട് ഓഫ് അഗൈൻ എ ക്രോസ് ബി is equal to a dot c എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും, a dot a തന്നെ വരും. a dot d എന്ന് പറയുമ്പോൾ അത് a dot b ആവും. ഹിയർ b dot c എന്ന് പറയുമ്പോൾ അത് a dot b തന്നെ, ആൻഡ് ഹിയർ b dot b. ഈ a dot a നെ വേണമെങ്കിൽ mod a സ്ക്വയർ എന്ന്, b dot b നെ വേണമെങ്കിൽ mod b സ്ക്വയർ എന്ന് എഴുതാം. a dot b പിന്നെ അങ്ങനെ തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. സോ ലെറ്റ് us see the option a dot a dot b a dot a dot b b dot a b dot b. That is the best choice, option B. Now let us go to next question, question number 22. For any vectors a b c, a cross of b plus c plus b cross of c plus a plus c cross of a plus b, 0 കിട്ടാനാണ് സാധ്യത. നമുക്ക് ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്പൺ ചെയ്താൽ a cross b പ്ലസ് എ ക്രോസ് സി എന്ന് വരും. എ ക്രോസ് സി നമുക്ക് മൈനസ് ഓഫ് സി ക്രോസ് എന്ന് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. തൽക്കാലം അത് എ ക്രോസ് സി തന്നെ ആയിട്ട് കിടക്കട്ടെ. എ ക്രോസ് സി ഇസ് ആക്ച്വലി മൈനസ് ഓഫ് സി ക്രോസ്. ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷേ ക്രോസ് പ്രൊഡക്റ്റ് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അത് ഓർത്താൽ മതി. ദെൻ ബി ക്രോസ് ഓഫ് സി പ്ലസ് എ ഈസ് ബി ക്രോസ് സി, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. പ്ലസ് ബി ക്രോസ് എ, ബി ക്രോസ് എ നമുക്ക് മൈനസ് ഓഫ് എ ക്രോസ് ബി എന്ന് എഴുതാം. തൽക്കാലം ബി ക്രോസ് എ തന്നെ ഇരിക്കട്ടെ. പ്ലസ് സി ക്രോസ് ഓഫ് എ പ്ലസ് ബി ഈസ് സി ക്രോസ് എ പ്ലസ് സി ക്രോസ് ബി. സി ക്രോസ് ബി നമുക്ക് മൈനസ് ഓഫ് ബി ക്രോസ് സി എന്ന് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. നൗ ദിസ് ഇസ് എ ക്രോസ് ബി മൈനസ് ഓഫ് സി ക്രോസ്, എല്ലാം സൈക്ലിക് ഓർഡർ ആക്കുക, പ്ലസ് ബി ക്രോസ് സി പ്ലസ് ബി ക്രോസ് എ ഈസ് മൈനസ് ഓഫ് എ ക്രോസ് ബി പ്ലസ് സി ക്രോസ് എ, അവിടെ ഒരു സി ക്രോസ് ബി ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് ബി ക്രോസ് സി. ഇവിടെ സിമിലർ ടേംസ് എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് ക്യാൻസൽ ആയി പോകും. എ ക്രോസ് ബി മൈനസ് ഓഫ് എ ക്രോസ് ബി, then b cross c minus of b cross c, then c cross a minus of c cross a. ഇതെല്ലാം ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് we will get the answer equal to 0. That's very very easy. Now let us go to next question. mod a is equal to 1, mod b is equal to 5, mod of a cross b is equal to 5, then a dot b is equal to, ഇതാണ് ഞാൻ ഐഡന്റിറ്റി പറഞ്ഞ സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ലഗ്രാഞ്ചസ് ഐഡന്റിറ്റി. അത് ഉപയോഗിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ലഗ്രാഞ്ചസ് ഐഡന്റിറ്റി is an equation connecting a dot b, a cross b and mod a mod b. ഈ നാല് സാധനങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്. So a dot b the whole square plus modulus of a cross b square is equal to mod a square into mod b square. That is what is Lagrange's identity. അതിനകത്ത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a dot b ആണ് നമുക്ക് വേണ്ടത്. So a dot b square plus mod a cross b is given to be 8. So its square is 64 is equal to mod a is given to be 2 and its square is 4. Mod b is given to be 5 and its square is 25. അപ്പോൾ എന്തായി, a dot b whole square plus 64 is equal to 4 into 25 100. then go to subtract ചെയ്താൽ a dot b the square is equal to 100 minus 64 is 36, and finally a dot b is equal to square root of 36 is equal to 6. So the best choice is option D. Now let us go to next question. Question 24. A equal to 2i plus 2j plus k, b is equal to 6i minus 3j plus 2k, then the value of a cross b is. അത് ഞാൻ ചെയ്യുന്നില്ല, നോർമലി രണ്ട് വെക്ടേഴ്സ് നമ്മൾ ക്രോസ് ചെയ്യാനാണ്, i j k, പിന്നെ ഇതിന്റെ കമ്പോണൻസ് 2 2 minus 1 6 minus 3 2. ഡിറ്റർമിനന്റ് ഫോം ചെയ്യുക, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ക്വസ്റ്റ്യൻ നമ്പർ 25. a cross i whole square, a cross j whole square plus a cross k whole square. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് നമുക്ക് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ എന്നെടുക്കാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഐ ജെ കെ ക്രോസ് ചെയ്യേണ്ട രീതി ഇതാണ് ഡയറക്ഷൻ, ഐ ക്യാപ് ജെ കെ കെ ക്യാപ്. അപ്പോൾ ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ കിട്ടും, ജെ ക്രോസ് ഐ മൈനസ് എ കിട്ടും. അതുപോലെ ജെ ക്രോസ് കെ, ഈ ആരോ ഇട്ട് ഓർഡറിൽ ക്രോസ് ചെയ്താൽ ഐ കിട്ടും, കെ ക്രോസ് ജെ മൈനസ് ഐ കിട്ടും. അതുപോലെ കെ ക്രോസ് ഐ, കെയും ഐയും ഈ ആരോ ഇട്ട് ഓർഡറിൽ ക്രോസ് ചെയ്താൽ കെ ക്രോസ് ഐ ഈക്വൽ ടു ജെ കിട്ടും, ഐ ക്രോസ് കെ ഈക്വൽ ടു മൈനസ് ഓഫ് ജെ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ നമ്മളിത് ക്രോസ് ചെയ്യാൻ പോയാൽ ഇവിടെ ഐ എ ക്രോസ് ഐ, ഇത് ഓരോന്നോരോ നമുക്ക് കണ്ടുപിടിക്കാം. എ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു ദിസ് എൻറ്റയർ തിങ് ക്രോസ് ഐ. അതിൽ ഐ ക്രോസ് ഐ 0 ആയി പോവും. പിന്നെ ജെ ക്രോസ് ഐ, ജെ ക്രോസ് ഐ ഈസ് മൈനസ് ഓഫ് കെ. സോ മൈനസ് എ വൈ
k, then k cross I is plus az k cross I, az j. ഇതാണ് കിട്ടുക. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് ആണ് എടുക്കേണ്ടത്, മോഡുലസിൻ്റെ സ്ക്വയർ. സോ മോഡുലസ് ഓഫ് എ ക്രോസ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ബാക്കി രണ്ടെണ്ണമാണ് വരിക. എന്ന് വെച്ചാൽ സിമിലർലി, വെരി സിമിലർലി, എ ക്രോസ് ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. സിമിലർലി എ ക്രോസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാനാണ് പറയുന്നത്. എ ക്രോസ് ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ക്രോസ് ജെ ഹോൾ സ്ക്വയർ പ്ലസ് എ ക്രോസ് കെ ഹോൾ. ഒരെണ്ണം മാത്രമേ നമ്മൾ ക്രോസ് ചെയ്ത് നോക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ സിമിലർലി എന്താണ് വരിക എന്ന് നമ്മൾ അതിന് ആ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്ത് എഴുതി പോവാണ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ ദെയർ സം 2 ടൈംസ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ആണ്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എ എക്സ് സ്ക്വയർ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, എ വൈ സ്ക്വയർ ഫസ്റ്റിലും തേർഡിലും അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്, എ സെഡ് ഫസ്റ്റിലും സെക്കൻഡിലും അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. നൗ ദിസ് ഇസ് മോഡ് എ സ്ക്വയർ. സോ ആൻസർ ഈസ് 2 mod a square. Option 2 mod a square is there in option